വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും നമ്മുടെ ക്രിസ്മസ് ഹാക്സ് ആയിട്ട് വന്നേക്കണം. അപ്പൊ ഇത് 1 2 3 4 5 ആണ്. അപ്പൊ 1 2 3 4 നമ്മൾ ഒരുപാട് ഹാക്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ പറയുക, നമ്മുടെ ക്രിസ്മസ് ട്രീ ഹാക്സ്, ക്രിസ്മസ് കാർഡ് ഹാക്സ് ഒക്കെ പാർട്ട് 1 2 അപ്പൊ അതൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ റിപ്പീറ്റ് ചെയ്യില്ല ഒന്നും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബോറിംഗ് അല്ലായിരിക്കില്ല നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ അത് വീണ്ടും ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കണ്ടു നോക്കാം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഹാക്സ് മാത്രം നമ്മൾ ട്രൈ ചെയ്യുള്ളൂ കേട്ടോ. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയത് മാത്രമാണ്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. പിന്നെ എന്താ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ക്രിസ്മസ് ട്രീക്ക് വേണ്ട കുറെ ഓർണമെന്റ്സ് ഉണ്ട്, ബോൾ, ബെല്ല്, അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാന്നാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എന്താ പറയാ, അപ്പൊ ഇനി അതേ സമയങ്ങളിലെ വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോകും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാക്ക്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ക്രിസ്മസ് ബോൾസ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമ്മൾ ഈ ക്രിസ്മസ് ട്രീയിലൊക്കെ തൂക്കിയിട്ടിട്ട് ബോൾ കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ അത് വളരെ ഈസി നമുക്ക് വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഒരു ബൗൾ എടുക്കാം, അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, അതിന് ശേഷം കുറച്ച് ഫെവിക്കോൾ ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ന്യൂസ് പേപ്പർ ഒന്ന് ഇങ്ങനെ കഷ്ണമായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. എന്നിട്ട് ഒന്ന് കുതിരുമ്പോൾ നമ്മൾ അത് ഓരോന്ന് എടുത്തിട്ട് ഉണ്ടാക്കി എടുക്കുക. എന്നിട്ട് ബോൾ പോലെ അത്യാവശ്യത്തിന് വലിപ്പമാകുമ്പോൾ നമ്മളൊന്ന് പിഴിഞ്ഞിട്ട് ഉണക്കാൻ വെക്കുക. അതിനുശേഷം അതിന്റെ മുകളിൽ ഒരു ഫെവിക്കോൾ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഗ്ലിറ്റേഴ്സ് ഉണ്ടാവില്ല, ഇങ്ങനെ ഗിൽറ്റ് പൊടി, ആ സാധനം ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലിറ്റർ ഇട്ടാൽ മതി. അതിനുശേഷം നിങ്ങൾ അതിന്റെ മുകളിൽ ഇങ്ങനെ A4 ഷീറ്റ് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഫോം ഷീറ്റ് എന്തെങ്കിലും സ്ട്രിപ്പായിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് ഒരു ഉണ്ട മുകളിൽ ഉണ്ടാവില്ല, അതാക്കിട്ട് വെക്കുക. അതിന്റെ ശേഷം ഒരു നൂല് ഇങ്ങനെ അത് മുട്ടിച്ചു കൊടുക്കാം. ഇത്രയുള്ള കാര്യം. അപ്പൊ ഒരു ഹാക്ക് വർക്കൗട്ട് ആവും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ബോൾ ഉണ്ടാക്കിയത്. അപ്പൊ ഇത് കണ്ട ആരെങ്കിലും പറയും ഞാൻ വീട്ടിലുണ്ടാക്കിയതാന്ന്? ആരും പറയില്ല. കാരണം ഈ ക്രിസ്മസ് ബോളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പൊ ശ്രീനാഥ്, എന്റെ അനിയനുണ്ട്, അവൻ വന്നിട്ട് എന്റെ അടുത്ത് ഞാൻ പറഞ്ഞിടാ, ഞാൻ ക്രിസ്മസ് ബോളും ബെല്ലൊക്കെ ഉണ്ടാക്കി, നീ കണ്ടോന്ന് ചോദിച്ചേ. അപ്പൊ അവൻ പറയണേ, ഇത് മേടിച്ചതല്ല, എന്നിട്ട് മോൾ ഉണ്ടാക്കിയതാന്ന് പറയുന്നു. അത് കേട്ടോ ഞാൻ വീണ്ടും കഴിഞ്ഞ വീഡിയോത്തെ പോലെ ആകെ ഞാൻ ഇങ്ങനെ സന്തോഷം കൊണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ഒറിജിനാലിറ്റി ഉണ്ട്. നോക്കിയേ, നല്ല അടിപൊളി. ഇത് നമ്മുടെ ഗ്ലിറ്റേഴ്സ് ആണ് കേട്ടോ, ഞാൻ അതിന്റെ മുകളിൽ കോട്ട് ചെയ്തേക്കണത്. അപ്പൊ ഗ്ലിറ്റേഴ്സ് അധികം വില, ഗ്ലിറ്റേഴ്സിനൊക്കെ എത്ര വില ഉണ്ടാ? അധികം വിലയില്ലല്ലോ. അത്ര അധികം വിലയില്ല. നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. ഇപ്പൊ ഗ്ലിറ്റേഴ്സ് മേടിക്കാൻ പറ്റില്ല എന്നുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പെയിന്റ് ഉണ്ടായിരിക്കില്ല പല കളറിൽ, ആ പല കളർ പെയിന്റ് അടിച്ചാലും മതി, നല്ല അടിപൊളിയായിട്ട് തന്നെ വരും കേട്ടോ. അപ്പൊ ന്യൂസ് പേപ്പർ കട്ട് ചെയ്താൽ മതി. ആരും ബുക്കിലത്തെ പേപ്പർ ഒന്നും ഇനി കട്ട് ചെയ്തിട്ട് ഇനി അതിന് അടിപൊളിയാൻ നിൽക്കരുത്. അപ്പൊ ന്യൂസ് പേപ്പർ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ, പഴയതൊക്കെ പുതിയത് എടുക്കരുത്. പഴയത് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളി ക്രിസ്മസ് ബോൾ ഉണ്ടാക്കാം. അപ്പൊ ഇത് ഫോം ഷീറ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പോലെ ഭംഗിയിൽ നിങ്ങൾക്ക് തൂക്കിയിടാം. ഇത് കോമ്പറ്റീഷൻ ഒന്നുമല്ലല്ലോ, വീട്ടിലേക്ക് വേണ്ടിയില്ല. അപ്പൊ എല്ലാവരും അതിനനുസരിച്ച് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി സക്സസ്ഫുൾ ഹാക്കാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്കിൽ നമ്മളൊരു ബോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ബോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിബണൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു മടക്കിയിട്ട് ഒരു ഷേപ്പിൽ നമ്മളിപ്പോൾ എല്ലാം നമ്മൾ പ്രസന്റേഷന്റെ മുകളിലായാലും നമ്മൾ ഇപ്പോൾ ബെല്ലിന്റെ മുകളിലായാലും അതുപോലെ തന്നെ നമ്മൾ റീത്തിന്റെ മുകളിലായാലും ഒക്കെ നമ്മളിങ്ങനെ കാണാം, ക്രിസ്മസ് ട്രീറ്റിന്റെ മുകളിലായാലും ഇങ്ങനെ കാണാം. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാന്ന് ഒരു ഇത് ആർക്കും അറിയില്ല. അപ്പൊ പേപ്പർ കൊണ്ട് എങ്ങനെ ബോ ഉണ്ടാക്കാന്നാണ് നമ്മൾ കാണാൻ പോണത്. അപ്പൊ അത് ഇങ്ങനെയാണ്, ഒരു സ്ക്വയർ വെട്ടിയെടുക്കുക, അതിന് എന്താ പറയുക ഡയഗണലായിട്ട് വരയ്ക്കുക, പിന്നെ കട്ട് ചെയ്തിട്ട് ബാക്കി നിങ്ങൾ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഈ ഒരു ഹാക്ക് പോകട്ടോ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം.
ക്രിസ്മസ് ബോ വന്നേക്കണത്. അപ്പൊ ബോ എന്ന് പറയുന്നത് നമ്മള് നമ്മുടെ എന്തിന്റെ മുകളിലൊക്കെ ക്രിസ്മസിനൊക്കെ നമ്മൾ പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ ക്രിസ്മസ് കാർഡും അതുപോലെ തന്നെ ക്രിസ്മസ് റീത്തുമേ എല്ലാത്തുമേ ഉണ്ടായിരിക്കും. അപ്പൊ ഇതെന്താ പറയാ, എല്ലാത്തും നമ്മൾ കാണാറുണ്ട്, പക്ഷെ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ ഇത് പേപ്പർ വെച്ചിട്ടുള്ളതാണ്, നമുക്ക് ഫോം ഷീറ്റ് വെച്ചിട്ടും ഇതേ മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി. ആ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കണം. അപ്പൊ മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്ലോ മോഡിലിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അവർ അടിപൊളി സക്സസ്ഫുൾ ഹാക്കാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ നെക്സ്റ്റ് ഹാക്കിൽ നമ്മൾ ക്രിസ്മസ് ബെല്ലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ജിംഗിൾ ബെൽസ്. അപ്പൊ നമ്മൾ ഇന്നത് വീട്ടിൽ ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഫോം ഷീറ്റ് തന്നെയാണ് ഇതിന് യൂസ് ചെയ്യണത്. നിങ്ങൾ A4 ഷീറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ ഗ്ലിറ്റർ ഒക്കെ ഓൾറെഡി ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഫോം ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ഒരു വട്ടം വരയ്ക്കണത് ഏകദേശം ഒരു 9 സെന്റിമീറ്റർ റേഡിയസിലാണ് നമ്മൾ വട്ടം വരച്ചേക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ സാധനം എന്താ പറയാ, ഈ വട്ടം കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിന് ഒരു 2 സെന്റിമീറ്റർ രണ്ട് സൈഡിലേക്കും, ആ റേഡിയസിന് 2 സൈഡിലേക്ക് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് കളയാണ്. അതിനുശേഷം ഇതിങ്ങനെ നമ്മള് പകുതിയാക്കി എടുക്കാണ്. പിന്നെ അതിങ്ങനെ നമ്മള് ഇങ്ങനെ മടക്കാണ്. അപ്പൊ നല്ല ബോള് നമുക്ക് കിട്ടാണ്. ബോളല്ല, സോറി, ബെല്ല് നമുക്ക് കിട്ടാണ്. അപ്പൊ അതിന്റെ ഇടയിൽ 2 മണി നമുക്ക് തൂക്കിയിടാൻ വേണ്ട. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് നമ്മുടെ ഈ ഫോം ഷീറ്റിനെ സ്ട്രിപ്പ് വെട്ടിയിട്ട് നമ്മളിങ്ങനെ ഉണ്ടയാക്കി എടുക്കണം, ഉരുട്ടി എടുക്കാണ്. ശരിക്കും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും. അതിന്റെ ഇടയിൽ നൂലും കൂടി വെക്കാണ്. ഇതിങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ക്രിസ്മസ് ബെല്ല് നമുക്ക് ജിംഗിൾ ബെൽസ് നമുക്ക് കിട്ടാണ്. അപ്പൊ ഒരു ഹാക്ക് നോക്കോട്ടോ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. Jingle bell, jingle all the way. സൂപ്പർ ആയില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ബെല്ല് നമ്മൾ ഉണ്ടാക്കിയത്. വളരെ ഈസി ആയിട്ടാണ്. അപ്പൊ ഇത് കണ്ടാലും നമ്മൾ പറയില്ല നമ്മള് വീട്ടിൽ ഉണ്ടാക്കിയതാന്ന്, പുറത്തുനിന്ന് മേടിച്ചതാന്ന് പറയുള്ളൂ. വളരെ ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പൊ നമ്മള് ബോ നോക്കി നമ്മൾ ഉണ്ടാക്കിയത് ഫോം ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയത് ഇതിന്റെ മുകളിൽ വെച്ചേക്കണം കണ്ട. അപ്പൊ അതാണ് ബോ ഉണ്ടാക്കാൻ പഠിച്ച കുറെ ഉപകാരങ്ങളുണ്ട്. കുറെ സ്ഥലത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് വളരെ ഈസി ആയിട്ട് നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമ്മള് ഗ്ലൂ ഗൺ കൊണ്ടാണ് കേട്ടോ ഇത് ഒട്ടിച്ചേക്കുന്നത്. അപ്പൊ അത് പശ വെച്ച് എത്രമാത്രം ഒട്ടുന്ന എനിക്കറിയില്ല. പിന്നെ ഒരു ഫെവി ബോണ്ട് അങ്ങോട്ടുണ്ട്. അപ്പൊ അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഏതോ ക്രാഫ്റ്റ് വീഡിയോയില്. അപ്പൊ അതുകൊണ്ട് അതിൽ നമുക്ക് ഈസി ആയിട്ട് ഒട്ടിക്കാൻ പറ്റും. ഹെവിക്കോള് വെച്ചൊക്കെ ട്രൈ ചെയ്ത് കൊട്ടായിരിക്കും. പിന്നെ നമുക്ക് A4 ഷീറ്റ് കൊണ്ടായാലും നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. നമ്മൾ വീട്ടിലേക്കും അതുപോലെ സ്കൂളിലേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ വളരെ ഈസിയാണ്. കണ്ട ഈ ബെല്ല് ഉണ്ടാക്കിയേക്കുന്നത് കണ്ട, ഇതൊക്കെ വെറുതെ ഫോം ഷീറ്റ് മടക്കി വെച്ചിട്ടുള്ളൂ. വളരെ ഈസിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ. ഇതൊക്കെ ഇഷ്ടായ അമ്മത് കമ്മലാക്കിട്ടല്ല. ഓ നല്ല കമ്മല്, സൂപ്പറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്കിൽ നമ്മൾ ക്രിസ്മസ് ട്രീമേ ഒക്കെ തൂക്കിയിടാൻ പറ്റിയുള്ള ഒരു സ്റ്റാർ ആണ് ഉണ്ടാക്കാൻ പോണത്. ഈ തൊപ്പി വെച്ചാൽ എന്തൊരു പ്രശ്നമില്ല. അപ്പൊ നമ്മള് സ്റ്റാർ ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഇത് വളരെ ഈസി ആയിട്ട് നമ്മൾ പോപ്സിക്കിളിന്റെ സ്റ്റിക്കില് അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ സ്റ്റാറിന്റെ ഷേപ്പിൽ നമ്മൾ അങ്ങനെ വെക്കുക. അതിനുശേഷം നമ്മൾ പശ ഒട്ടിച്ച് കൊടുക്കുക, തേച്ച് കൊടുക്കുക. അതിനുശേഷം ഗ്ലിറ്റേഴ്സ് അത് മിൽക്ക് ഇട്ടാണ്. അപ്പൊ അടിപൊളി സ്റ്റാർ നമുക്ക് കിട്ടാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ വലിയ സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതും ചെയ്യാട്ടെ. ഇതിപ്പോ കുഞ്ഞിതാണെങ്കിൽ കുഞ്ഞിന് ചെയ്യാം, വലുതാണെങ്കിൽ വലുത് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഹാക്ക് ഒക്കെ ഉണ്ടാവും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ക്രിസ്മസ് സ്റ്റാർ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഗ്ലിറ്റേഴ്സ് ഇതേ നമ്മൾ, അയ്യോ ഇതൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്ലിറ്റേഴ്സ് ആണ് ഇതിൽ വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക്
കംപ്ലീറ്റ് ഇതിങ്ങനെ താഴത്ത് പോയോണ്ടിരിക്കുകയാണ്. അതൊരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിന്റ് അടിക്കണം, പെയിന്റ് അടിക്കാം, അല്ലെങ്കിൽ ഗ്ലിറ്റേഴ്സ് യൂസ് ചെയ്യാം, എന്തായാലും കുഴപ്പമില്ല. പക്ഷെ അടിപൊളി ഒരു സക്സസ്ഫുൾ ഹാക്കാണ്. അപ്പൊ വലിയ വടി ഉണ്ടെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല വലിയ സ്റ്റാർ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇതിന് വേണ്ടി നമ്മളപ്പോ പുറത്തുനിന്ന് സ്റ്റാർ മേടിച്ച് കാശ് കളയണമെന്നില്ല. നല്ല അടിപൊളി വടി വെട്ടിയെടുത്തിട്ട് നമുക്ക് ശീമക്കൊന്നയുടെ വടിയൊക്കെ എടുത്തിട്ട് ഇതേപോലെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. നല്ലോണം ഒട്ടണം എന്നുള്ള വേണമെങ്കിൽ ഒട്ടണേന് വരെ നിങ്ങൾക്ക് കയറ് വെച്ച് കെട്ടിയിട്ട് അതിലുണ്ടാക്കാം. അടിപൊളി സക്സസ്ഫുൾ ഹാക്കാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ഹാക്ക്. അപ്പൊ ഈ ഒരു ഹാക്കിൽ നമ്മള് ക്രിസ്മസ് റീത്താണ് ഉണ്ടാക്കുന്നത്. റീത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റീത്തല്ല, ഇത് ക്രിസ്മസിന് വെക്കണം, ഇങ്ങനെ വട്ടത്തിലുള്ള ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കണ ഒരു റീത്ത് ഉണ്ട് വട്ടത്തിലുള്ളത്. അപ്പൊ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു A4 ഷീറ്റ് അങ്ങനെ എടുക്കാം. അതിനുശേഷം അതിന് ഒരു 0.5 സെന്റിമീറ്റർ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നടുവിലൊരു 3 സെന്റിമീറ്റർ ഗ്യാപ്പ് വിടാം. എന്നിട്ട് അപ്പുറത്ത് 10 സൈഡിൽ നമ്മളിങ്ങനെ ആ സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ വരച്ച് വിടാണ്. പിന്നെ അതിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ 2 സൈഡിലേക്ക് ഇങ്ങനെ ഇതായിട്ട് കട്ട് ചെയ്ത് ഇടാണ്. അതിനുശേഷം അവരെല്ലാവരും ഓരോരുത്തരും എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിക്കുകയാണ്. ഒട്ടിച്ചതിന് ശേഷം മടക്കി വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. അപ്പൊ അടിപൊളി ക്രിസ്മസ് റീത്ത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് ടൈം ഒക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് ഇത് വർക്കൗട്ടോ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷെ ഇതൊരു പ്രശ്നം, നമുക്ക് തോന്നേ പേപ്പറിന്റെ കട്ടി കുറവുകൊണ്ടാണോ സംശയം. ഇത് കുറച്ചിങ്ങനെ നമ്മൾ കട്ട് ചെയ്തിരുന്ന, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കിയത്, രണ്ടാമതും ട്രൈ ചെയ്ത് നോക്കില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കും അതിനൊരു പ്രശ്നം. പക്ഷെ ഇത് ഇങ്ങനെ പിടിക്കുമ്പോഴാട്ടെ, ഇത് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല ഭംഗിയിൽ ഇരിക്കുന്നുണ്ട്. എന്താ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നല്ല ചന്തത്തിൽ ഇരിക്കുന്നുണ്ട്. നമ്മള് കയ്യിൽ ഇങ്ങനെ തൂക്കി പിടിക്കുമ്പോഴാണ് ഇത് തൂങ്ങി കിടക്കുന്നത്. പേപ്പറല്ലേ, കട്ടി കുറവല്ലേ. ഇത് ഫോം ഷീറ്റ് ഒക്കെ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രസമായിട്ട് കിട്ടും കേട്ടോ. ശരിക്കും കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് ഇതിന് ഏറ്റവും നല്ലത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കാരണം യൂട്യൂബിൽ ഞാൻ അതിന്റെ ഒരുപാട് റീത്തുകൾ കണ്ടു. പക്ഷെ നിങ്ങൾക്ക് കൂടി നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. ഇത് വേണ്ട, അല്ലാണ്ട് ഇതന്നെ കുറെ നേരം എടുത്തുകൊണ്ട് ചെയ്യാൻ, ഒരുപാട് സമയം എടുത്തു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആ ശരിക്കും എക്സോ ബ്ലേഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈസിയാണ്. ഇതിപ്പോ എന്റെ അങ്ങനത്തെ സാധനം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു. എന്നാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ കണ്ട ബോ വെച്ചേക്കണം. അപ്പൊ നിങ്ങൾ വീട്ടിലേക്കും ക്രിസ്മസ് ട്രീമ തൂക്കാനും അതുപോലെ ക്രിസ്മസ് ട്രീത്തായിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്കും സ്കൂളിലേക്കും ഒക്കെ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് ആയിട്ടും ഒക്കെ ഇതേപോലെ ചെയ്ത് കൊടുക്കാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നല്ല അടിപൊളി സംഭവമായിട്ട് വന്നിട്ടുണ്ട്. എന്താ സൂപ്പർ ആയിട്ടില്ലേ? ഇങ്ങനെ തരുമ്പോൾ പ്രത്യേകിച്ച് ഭംഗിയില്ലേ? അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇതോടുകൂടി നമ്മുടെ എല്ലാ ഹാക്സും കഴിഞ്ഞു. അപ്പൊ ഇന്ന് നമ്മുടെ എല്ലാ ഹാക്സും കഴിഞ്ഞു. അപ്പൊ ഇനിയും ക്രിസ്മസ് ട്രീ ഹാക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയ ക്രിസ്മസ് ട്രീ പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. പിന്നെ ഇപ്പോ ക്രിസ്മസ് ട്രീക്ക് ആവശ്യമുള്ള ബെല്ലും ബോളും അതുപോലെ തന്നെ റീത്തും പിന്നെ എന്താ പറയാ സ്റ്റാറും എല്ലാം നിങ്ങൾക്ക് കിട്ടി വിചാരിക്കണം. അപ്പൊ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ പിക്സ് അയക്കാൻ മറക്കരുത്. അപ്പൊ നമ്മൾ ഇപ്പോഴേ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്താലാണ് ക്രിസ്മസിന്റെ സമയത്ത് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്താൽ എല്ലാവർക്കും ഹാപ്പി എന്ന് വിചാരിക്കണം. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് തന്നെ പറയാണ്. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്താ പറയാ, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ എന്താ അടിപൊളി കിടലം കമന്റ്സ് അയക്കാൻ മറക്കരുത്. പിന്നെ എന്തോ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ നമ്മുടെ ഇൻസ്റ്റയിൽ നമ്മളെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്യുക. അപ്പൊ ഒരുപാട് മെസ്സേജസും റിക്വസ്റ്റും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ഒരുപാട് മെസ്സേജസ് നമുക്ക് ഒരുപാട് പേര് അയക്കുന്നുണ്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ള ഈ സംഭവങ്ങൾ. പിന്നെ ഒരു കുട്ടി എന്ന് പറയുന്നത്, ഇവിടുന്ന് കുട്ടി മെസ്സേജ് അയക്കുന്നു, ഒരു കുട്ടി
കർണാടകയിൽ നിന്ന് ഒരു കുട്ടി അങ്ങോട്ട് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടി നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറെ മെസ്സേജസ് വരുന്നുണ്ട്. ഇത് ഓർത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ അടുത്ത് തന്നെയാണ് ആ കുട്ടി അയച്ചത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് നമ്മുടെ ലാംഗ്വേജ് അറിയാണ്ട് വരെ ആ കുട്ടികളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും മെസ്സേജസ് അയക്കാം, പിക്ചേഴ്സ് അയക്കാം. അപ്പൊ ഇതുപോലത്തെ അടിപൊളി കിട്ടുന്ന വീഡിയോസ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.